ഹായ് ഓൾ, വെൽക്കം ടു ഐഡർ. നമ്മളിന്ന് എലമെന്റ്സിന് HTML എലമെന്റ്സിന് എങ്ങനെയാണ് CSS യൂസ് ചെയ്തിട്ട് ബോർഡേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഡിവ് കൊടുത്തു, അതിന് ക്ലാസ് മെയിൻ കൊടുത്തു. ദെൻ CSSൽ വന്നിട്ട് ക്ലാസ് സെലക്ടർ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തു ആ ഒരു ക്ലാസ്സിനെ. ദെൻ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ബോർഡർ സ്റ്റൈൽ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ബോർഡർ സ്റ്റൈലിൽ ഫസ്റ്റ് വരുന്നത് ഡാഷ്ഡ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ബൈ ഡിഫോൾട്ട് ബോർഡറിന്റെ വിഡ്ത്ത് 3 പിക്സലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതല്ലാതെ നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബോർഡർ വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ 4 പിക്സൽ വേണമെങ്കിൽ 4 പിക്സൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബോർഡർ സ്റ്റൈൽ വരുന്നത് ഡോട്ടഡ്. ഓക്കെ, പിന്നെ വരുന്നത് ഡബിൾ. ഓക്കെ, ഡബിൾ ലൈൻ വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ വരുന്നതാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂവ് എന്ന് പറഞ്ഞാൽ തിൻ ആൻഡ് നാരോ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും, ബോർഡർ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഹിഡൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് അവിടെ കാണുന്നില്ല. ബോർഡർ അവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്പേസ് അവിടെ ഒക്യുപ്പൈഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻസെറ്റ്. ഇൻസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3D ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ബോർഡർ നോക്കുമ്പോൾ അറിയാൻ പറ്റും അകത്തേക്കാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, ഔട്ട്സെറ്റ് കൊടുക്കുന്ന സമയത്ത് അതും ഒരു 3D ഫീലിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് പുറത്തേക്കാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ആ ഒരു ബോർഡർ വിട്ട് കൂട്ടുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഔട്ട്സെറ്റ്. ദെൻ ഇൻസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ, ഇത് അകത്തേക്കും മറ്റത് പുറത്തേക്കുമാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നതാണ് ഇൻഹെറിറ്റ്. ഇൻഹെറിറ്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്തു, ലോറം 2 കൊടുത്തു അതിന്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവിടെ ഈ ഒരു P എലമെന്റിന്റെ പാരന്റ് ആണ് ഈ ഡിവ് മെയിൻ എന്ന് പറയുന്ന ഈ ഡിവ്. സോ ഞാനിവിടെ മെയിനിന്റെ അകത്ത് ഡോട്ടഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ P എലമെന്റ് കൊടുത്തു. ഇവിടെ ഞാൻ ബോർഡർ വിഡ്ത്ത് കുറക്കാണ്, 4 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിയിൽ വന്നു. പിയിൽ വന്നിട്ട് ബോർഡർ സ്റ്റൈല് പിന്റെ അത് എനിക്ക് എന്ത് വേണം? പാരന്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? പാരന്റിൽ നിന്നും ഡോട്ടഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല് പി ടാഗ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇൻഹെറിറ്റ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റിന്റെ കേസിൽ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും യൂസ് ചെയ്യും. ബോർഡർ വിഡ്ത്ത് ഇൻഹെറിറ്റ് ചെയ്യാം, ബോർഡർ സ്റ്റൈൽ ഇൻഹെറിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാർജിൻ ഇൻഹെറിറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഹെറിറ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമുക്ക് ബോർഡർ കളർ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കളയാണ്. ബോർഡർ കളർ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കളേഴ്സ് എങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RGB, ഹെക്സ് വാല്യൂ, ഹ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതി അല്ലാതെ നമുക്ക് ഇതുപോലെ ഡിഫോൾട്ട് ആയിട്ട് കളേഴ്സ് തരുന്നുണ്ട്. നമുക്ക് അല്ലാതെ കൊടുക്കണം എന്നുള്ളപ്പോഴാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തു, ബ്ലൂ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കളറ് അതുപോലെ സ്റ്റൈല് മിക്സഡ് ആയിട്ട് ബോർഡർ കൊടുക്കാം. അതായത് ടോപ്പ് സ്റ്റൈല് ഡാഷ്ഡ്, ദെൻ ലെഫ്റ്റ് സ്റ്റൈല്, റൈറ്റ് സ്റ്റൈല്, ബോട്ടം സ്റ്റൈല്. അതിൽ ഡാഷ്ഡ് കൊടുത്തു ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഡോട്ടഡ് കൊടുത്തു, ഇൻസെറ്റ് കൊടുത്തു, ഔട്ട്സെറ്റും കൊടുത്തു. ഇതുപോലെ മിക്സഡ് ആയിട്ട് എനിക്ക് ബോർഡേഴ്സ്, ഇപ്പം ഞാനിത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ മിക്സഡ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ബോർഡേഴ്സ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെയാണ് എനിക്ക് ബോർഡറിലെ ടോപ്പിന്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ടോപ്പ് കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. ടോപ്പ് കളർ റെഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഓരോ സൈഡിനെ സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബോർഡറിന്റെ ടോപ്പിന്റെ വിഡ്ത്ത് 5 പിക്സൽ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ, അപ്പൊ ഇതുപോലെ ഓരോന്നിനും കളറും സ്റ്റൈലും അതുപോലെ വിഡ്ത്തും ഓരോ സൈഡുകൾക്കും ടോപ്പിനും ലെഫ്റ്റിനും റൈറ്റിനും ബോട്ടത്തിനും സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ബോർഡർ റേഡിയസ് ആണ്. ഓക്കെ, ബോർഡർ റേഡിയസ് എന്ന് വെച്ചാൽ കർവ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബോർഡർ സ്റ്റൈൽസിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ ഇൻസെറ്റ് മാറ്റിയിട്ട് സോളിഡ് എന്ന് കൊടുക്കുന്ന സമയത്ത്
സോളിഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സോളിഡ് ആണ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിനി ഈ ഒരു ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ബോർഡർ സ്റ്റൈല് സോളിഡ് എന്ന് കൊടുക്കുകയാണ്. സോളിഡ് കൊടുത്തു, സോളിഡ് വന്നിട്ടുണ്ട്. ഇനി ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കർവ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ടോപ്പ് കോർണർ, ലെഫ്റ്റ് കോർണർ, റൈറ്റ് കോർണർ, ബോട്ടം കോർണർ, ഇതൊക്കെ എന്താണ് കർവ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 30 പിക്സൽ എന്ന് കൊടുക്കുന്ന സമയത്ത് കണ്ടോ കർവ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ബട്ടൺ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ ബട്ടൺസ് ഒക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 50% കൊടുക്കുക. 50%. വിട്ടും ഹൈറ്റും പറഞ്ഞു കൊടുത്താൽ മതി. വിട്ട് കണ്ടോ സർക്കിൾ ആയത് കണ്ടോ. ഇതുപോലെ നമുക്ക് വിട്ടും ഹൈറ്റും സ്പെസിഫൈ ചെയ്തിട്ട് കറക്റ്റ് സർക്കിൾ ആയിട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ 4 വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ 2 വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 വാല്യൂ ടോപ്പും ബോട്ടം, ദെൻ നെക്സ്റ്റ് 2 വാല്യൂ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് 4 വാല്യൂസ് എനിക്ക് കൊടുക്കാം. 4 വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ 30 പിക്സൽ, 30 പിക്സൽ, 30 പിക്സൽ, 30 പിക്സൽ. ഓക്കെ, ഞാൻ ഇത് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് ഫസ്റ്റ് ടോപ്പ്, ദെൻ റൈറ്റ്, ഓക്കെ, ദെൻ ബോട്ടം, ദെൻ ലെഫ്റ്റ്. ഇങ്ങനെയാണ് 4 വാല്യൂസ് വരുന്നത്. 3 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാല്യൂ ടോപ്പ്, സെക്കൻഡ് വാല്യൂ ലെഫ്റ്റും റൈറ്റും, ദെൻ തേർഡ് വാല്യൂ എന്ന് പറയുന്നത് ബോട്ടം. ഓക്കെ, അപ്പൊ ഞാനിത് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ, ഇതിലെന്താണ് ടോപ്പ് എന്ന് പറയുന്നതും ബോട്ടം എന്ന് പറയുന്നത് 20 പിക്സലാണ്. ലെഫ്റ്റും റൈറ്റും എന്ത് വന്നിട്ടുണ്ട് 30 പിക്സൽ വെച്ചിട്ട് കർവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതല്ലാതെ ബോർഡർ ടോപ്പ് ലെഫ്റ്റ് റേഡിയസ്, ഓക്കെ, ടോപ്പ് ലെഫ്റ്റ് റേഡിയസ് 30 പിക്സൽ. അതുപോലെ ടോപ്പ് റൈറ്റ് റേഡിയസ് ഉണ്ട്. ബോർഡർ ടോപ്പ് റൈറ്റ് റേഡിയസ് ഇതുപോലെ തന്നെ ബോട്ടം ലെഫ്റ്റ് ഉണ്ട്, ബോട്ടം റൈറ്റ് ഉണ്ട്. ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ്. കണ്ടോ, ഇതുപോലെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പല ഷേപ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കണ്ടന്റിനെ, അതായത് ആ ഒരു ബോർഡർ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ബോർഡേഴ്സ് പറയാം. പിന്നെ ഞാനൊരു CSSന്റെ ബോക്സ് മോഡൽ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു കണ്ടന്റ് കമന്റ് ചെയ്തു. ഓക്കെ, ബോക്സ് മോഡലില് അപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് കണ്ടന്റ്. കണ്ടന്റ് കുറച്ചുകൂടി കൂട്ടാം. കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിൻ എന്ന് പറയുന്ന ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സ് മോഡലിൽ ഫസ്റ്റ് ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ആരാണ്, കണ്ടന്റ് ആണ്. അതിന് ചുറ്റും ആരുണ്ട്, പാഡിങ് വരുന്നുണ്ട്. അപ്പോൾ പാഡിങ് പറഞ്ഞു കൊടുത്തു 20 പിക്സൽ. 20 പിക്സൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ഈ 4 വാല്യൂസും 20 പിക്സൽ ആയിരിക്കും. അത് നമ്മൾ പാഡിങ്ങും മാർജിനും അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പാഡിങ് കൊടുത്തു. ദെൻ ബോർഡർ പറഞ്ഞു കൊടുത്തു. ബോർഡർ 1 പിക്സൽ സോളിഡ് റെഡ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബോർഡറിന്റെ കേസിൽ 1 പിക്സൽ സോളിഡ് റെഡ് എന്ന് പറയുന്നതിൽ ഈ ബോർഡർ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇത് മൂന്നും ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 1 പിക്സൽ എന്ന് പറയുന്നത് ബോർഡർ വിഡ്ത്ത് ആണ് ആദ്യം വരുന്നത്, പിന്നെ സ്റ്റൈലാണ് വരുന്നത്, പിന്നെ കളർ. ഓക്കെ, അപ്പൊ ഇതാണ് ബോർഡറിന്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ദെൻ നമ്മൾ ബോർഡർ കൊടുത്തു. ഇനി മാർജിൻ കൊടുക്കാം. മാർജിൻ 20 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ മാർജിന് 20 പിക്സൽ കൊടുക്കുന്ന സമയത്ത് ടോപ്പ്, അതുപോലെ റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്, ആ 4 വാല്യൂസും 20 പിക്സൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യൂ പോർട്ടിന്റെ ഇവിടെ നിന്ന് ഈ ബോർഡർ വരെയുള്ള ഈ ഒരു പോർഷൻ ആണ് നമ്മളുടെ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ കൂട്ടി ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ, അപ്പോൾ ടോപ്പ് നിന്ന് നീങ്ങുന്നുണ്ട്,
ഈ ഒരു 4 സൈഡിൽ നിന്നും ആ ഒരു മാർജിൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡർ 1 പിക്സൽ സോളിഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡർ ദെൻ കണ്ടന്റ് ആണ് നമ്മളുടെ പി ടാഗിന്റെ അകത്തുള്ള കണ്ടന്റ് ആണ് ഇത്. അപ്പൊ ഈ കണ്ടന്റും അതുപോലെ ഈ ബോർഡറിനും ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസിംഗ് ആണ് ആര് പാഡിംഗ് എന്ന് പറയുന്നത്. അത് ടോപ്പൊന്നും ബോട്ടത്തൊന്നും ലെഫ്റ്റിന്നും റൈറ്റിന്നും എന്താണ് 20 പിക്സൽ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് CSSന്റെ ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. മാർജിനും പാഡിങ്ങും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.